വീട്ടിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കൾ, ഞങ്ങൾ ആലപ്പുഴയിലാണ്. വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ സാഹചര്യത്തിലായി പോയി. ചേട്ടനാണ്, ചേട്ടൻ അറിയായിരിക്കും. സുഹൃത്തുക്കളെ, ഇത് അവിടുത്തെ ഉത്സവമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്സവം കാണാനാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ശ്രീ പൊറുക്കിലി ദേവിയുടെ ഇവിടുത്തെ അശ്വതിയാണ്. ഇവിടെ കുറേ തേരൊക്കെ കാണും. മെയിൻ തേരും കുതിരയും. തേരാണ് ഏറ്റവും കൂടുതൽ. എന്നാലും 2-3 കുതിരയും ഇതൊക്കെ കാണും. നമുക്ക് വഴിയെ പോകുമ്പോൾ കാണാം. ഇവിടുത്തെ ശിങ്കാരി മേളവും ചെണ്ടയും ഏറ്റവും കൂടുതൽ ശിങ്കാരി മേളമാണ്. ഇന്നലെ രേവതി താലമായോണ്ട് ഇന്നലെ ദേവിക്ക് കൂട്ടെഴുന്നള്ളത്ത് ഇതൊക്കെ കാണും. കൂട്ടെഴുന്നള്ളത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പറ്റിയായിരുന്നു. നമുക്ക് കാണാം, വഴിയെ പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പോകുന്ന വഴിയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു എത്ര മണിയായി കാണും? 5:30. നോക്കട്ടെ, 5:35 നമ്മൾ ഇറങ്ങുന്നത്. ഞാൻ ഇന്നലെ ഞാൻ തോട്ടി ചാടിയായിരുന്നല്ലേ. ഇവിടെയൊക്കെ വീണ പൊടി പോലും കിട്ടത്തില്ല, തോടാണ്. അപ്പോൾ ഗൈസ്, തോടിഞ്ഞെടുത്ത് ഇവിടെ മൊത്തം തോടൊക്കെയാണ്. ഇതെന്റെ അനിയത്തി, അമ്മ, അച്ചാമ്മ, ആശാമ്മ. ഇതെന്റെ അനിയത്തി, 2 അനിയത്തിമാരുണ്ട്, ഒരു ചേട്ടനുണ്ട്. ഇവിടെ എന്തുവാ ഇവിടുത്തെ വീട് ഇതൊക്കെയാണ്. ഇത് തോപ്പുമുക്ക് കിഴക്ക് ഉള്ള സ്ഥലമാണ് ഇതൊക്കെ. അതെ, എനിക്കിതിനെ പറ്റി വലുതായിട്ടൊന്നും അറിയാമെങ്കിൽ തൂക്കുവാലത്തിനടന്ന് ചോദിച്ചാൽ തൂക്കുവാലം ഗവിചെട്ടി തൂക്കുവാലം എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഗൂഗിളിലേക്ക് അടിച്ചു കൊടുത്താൽ മതി. ഗവിചെട്ടി തൂക്കുവാലം അടിച്ചു കൊടുത്താൽ മതി, ഗൂഗിളിലൊക്കെ വരും. ഇപ്പം പാലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കിടക്കുക. ഇപ്പം കടത്തിറങ്ങി ഇപ്പുറത്തോട്ട് വരാക്കത്തുള്ളൂ. നമ്മുടെ റൈഡ് മൊത്തം ഇദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും. അദ്ദേഹം എനിക്ക് കൊടുത്തൊന്നും പറഞ്ഞുകൂടാ, അതുകൊണ്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും. ശിങ്കാരിമേളം തേരും ഒക്കെ കാണാൻ പോകുന്നത്. അതേ സുഹൃത്തുക്കളെ, പേർഷ്യവരെ ഇതിനാണ് നമുക്ക് തേരും കാണാൻ പോകുന്നത്. കണ്ടോളൂ. ഇനി ഗവിചെട്ടി തെക്കേക്കര ഒരു തേരുണ്ട്, വടക്കേക്കര തേരുണ്ട്. അവിടെ ശിങ്കാരി മേളമൊക്കെയാണ്, അപ്പുറം ശിങ്കാരി മേളമാണ്. നമുക്കിനി അമ്പലത്തിൽ വെച്ച് കാണാം. ഓൾ ദ ബെസ്റ്റ്. കാളയാണ് കേട്ടോ. ഇത് എവിടുന്നാ വരുന്നത്? ഇത് വടക്കേറ്റത്ത് അമ്പലത്തിൽ നിന്നാണ് കേട്ടോ വരുന്നത്. പിന്നെ എന്തിനാ പോകുന്നത്? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇരട്ടക്കളയാണ്. ഓക്കെ, വണ്ടി പോയില്ല. വീഡിയോ എടുക്ക വെച്ച് കട്ടായി പോയി. അയ്യോ, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വെച്ച് കെട്ടുകാഴ്ചകളൊക്കെ കാണാം. അമ്പലത്തിനെ പറ്റി എന്താ ഇനി പറയാനുള്ളത്? അമ്പലത്തിനെ പറ്റി കാണുന്നത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൺ ദ വേ ആണ്. ഇതിലായിട്ട് നമ്മൾ എവിടെ എത്തിയിട്ടില്ല.
ചിങ്കാരി മേളം കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയായിരിക്കും. ഒന്ന് കേട്ട് നോക്കണേ. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പം ഇവിടുത്തെ മെയിൻ റോഡായിട്ടുള്ളൊരു റോഡിൽ എത്താറായിട്ടുണ്ട്. നമുക്കിനി തെക്കേക്കര പേര് കാണാം. നമുക്ക് ചിങ്കാരി മേളമാണ് ഇനി അതെ അതെ. ഒരു പ്രശ്നം കാണാം. അപ്പൊ കഴിച്ച് എനിക്ക് തോന്നുന്നത് ഏതോ തേരോ എന്തോ ഇതുവഴി വരുന്നുണ്ട്. തേരാണോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഉത്സവം ബ്ലോഗിൽ ആദ്യത്തെ തേര് തെക്കേക്കര തേര് ഞങ്ങളുടെ അടുത്തുണ്ടാകുന്ന എൻ്റെ വിശ്വാസം. ഓക്കെ ഗൈസ്, നമുക്ക് തെക്കേക്കര തേരിനെ കാണാൻ കഴിയുമോ? ഇല്ലേ എന്തി ഗൈസ്, അവിടെ എവിടെ ഇരിപ്പുണ്ട് കേട്ടോ, പക്ഷെ കാണുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വീടുകളിലെത്തിയിട്ടുണ്ട് തേരിനെ കാണാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിപ്പോൾ ഈ തേരിനെയൊക്കെ കാണാം. അപ്പോൾ ഇനി തേര് വരം എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഞാൻ നിർത്തുന്നില്ല, മൈൻഡപ്പ് ചെയ്യുന്നില്ല. അപ്പം വെയിറ്റ് ആൻഡ് സീ, നമുക്കിനി ഏത് തേരിനെയാണ് ആദ്യം കാണാൻ പറ്റുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ ഈ അവധിക്കാലത്ത് കൊണ്ടായ കുറച്ച് തമാശകളുമായി എൻ്റെ അനിയത്തി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് എന്തുവരുന്നത് അനഘയ്ക്ക് അടുത്ത് ചോദിക്കാം. ഇന്ന് അല്ലാതെ ഏതൊരു ദിവസം ഉണ്ടായ ഒരു കോമഡി ആയിട്ടൊരു അനുഭവം പറയുക. കോമഡി. ഓക്കെ, നീ വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി വന്നത്. ഓ കണ്ടോ, കോമഡി കൂടെ കൊണ്ടിരിക്കുന്നതാണ്. ഉത്സവത്തിന് വലിയ കാര്യത്തിൽ ഒരുങ്ങിയൊക്കെ നിന്ന് ഭയങ്കര പൗഡർ പൊട്ടി എല്ലാം അടിച്ച് മുടിയൊക്കെ ഈരി വലിയ കാര്യത്തെ കൂട്ടുകാരായിട്ടൊക്കെ ഷോ കാണിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ തോട്ടി യെസ് തോട്ടി വീട് സംഭവിച്ചില്ല. ഫുള്ള് നനഞ്ഞ് പൗഡറെല്ലാം ഒഴുകി പോയി. ശേഷം വേറെ ഡ്രസ്സ്. സത്യം പറഞ്ഞാൽ ഈ തോട്ടിലൊക്കെ വീണ് കഴിഞ്ഞാൽ കിട്ടണ്ടല്ല. പക്ഷെ എനിക്ക് എന്തോ പകുത്താൻ ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷേ ആ തോട്ടിൽ വീണ കിട്ടണ്ടല്ലോ, പക്ഷെ കിട്ടി. പക്ഷേ ഒരു പൗഡറെല്ലാം ഒലിച്ചു പോയതാണ്. അവനൊന്നും ഇടാൻ പറ്റില്ല. കരുക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഇന്നലത്തെ താലപ്പള്ളി വ്ലോഗ് ഇടായിരുന്നത്. പാവം കഷ്ടമൊന്നും പറയില്ല. അമ്പലത്തിൽ കാണാം. ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. എവിടെ എത്തിയിട്ടില്ല, ഇവിടെ വരെ ആയതേ ഉള്ളൂ. നമ്മൾ കണ്ടത് ആദ്യത്തെ തേരാണ്. അവിടെ വെച്ച് കണ്ടത് ഇതിപ്പോ രണ്ടാമത്തെ തേരാണ്. ഇതിനകത്ത് മൊത്തം മനുഷ്യരെ പറയൂ, ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ചെറുതാണെന്നുണ്ട്. ചെറുതാകും ഫ്രണ്ടിൽ ടീച്ചർ എന്നിട്ട് കണ്ടില്ലേ? സരിത ടീച്ചർ. അപ്പൊ ഗൈസ്, ഇതിപ്പോ രണ്ടോ അനങ്ങുന്നൊന്നുമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനിയുണ്ട്.
അപ്പോൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഗൈസ് നമ്മുടെ അല്ലേ പ്ലോട്ടുകൾ. എന്നാൽ ശരി, വെയിറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ അമ്പലത്തിലെ ആദ്യത്തെ പ്ലോട്ട് ആറാടിക്കലാണ്. പ്ലോട്ടല്ല, ഇതെങ്ങനെ ആറാടിക്കുന്നേ? അവരിത് കൊണ്ടുപോയി പലനേമേനെ കണ്ടു. ഇതാണ് പലനേമ. ഈ ഇരിക്കുന്ന വിഗ്രഹമാണ് ഗൈസ് പലനേമ. അപ്പം പലനേമേനെ കാണിക്കുമ്പോൾ പലനേമ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത് ശരിക്കും നമുക്കത് കാണാൻ പറ്റും. ഉത്സവ ദിനമായ ഇന്ന് വിശേഷ പൂജകൾക്ക് പുറമെ ഹരിനാമ കീർത്തനം ആലപിച്ച ശ്രീ പോർക്കലി ദേവി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വനിതാ കമ്മിറ്റി അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും 8 മണിക്ക് മുതൽ ഭാഗവത പാരായണം നേർച്ചയായി സമർപ്പിച്ച PS ഭവനത്തിൽ വേണുവിനും കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ പൂജ, ദീപക്കാഴ്ച, നാദസ്വരം, വെടിക്കെട്ട് നേർച്ചയായി സമർപ്പിച്ച ശ്രീ ഉമേഷ് ഉത്തമൻ, അർച്ചന ഉമേഷ്, അരുൺദാസ് ചക്കാലത്തറയിലാണ്. കളമെഴുത്തും പാട്ടും നേർച്ചയായി സമർപ്പിച്ചത് വലിയതുറ കുടുംബാംഗങ്ങളാണ്. ഇന്നത്തെ അന്നദാനം വഴിപാടായി സമർപ്പിച്ചത് പലന തൈവപ്പിൽ ശാന്തയുടെ മകൻ സുധീഷ് ആണ്. അശ്വതി ദിവസത്തെ പുഷ്പാലങ്കാരം നേർച്ചയായി സമർപ്പിച്ചത് സുനിൽ ത്രയംബകമാണ്. ഈ തിരുവുത്സവം മഹത്തായ ഉത്സവമാക്കി മാറ്റുവാൻ ഈ നാട്ടിലെ നീണ്ട നേരത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വേറൊരു തേരുവഴ എടുക്കുന്നുണ്ട്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആവേശ തിരമാലകൾ തീർത്തുകൊണ്ട് വല്ലനയാറിന്റെ ഓളപ്പറക്കുകളിൽ നിന്ന് കലവറ കെട്ടിയുടെ നരിത്തുമായി അവർ എത്തിച്ചേരുകയാണ്. കലവറ കെട്ടി കെട്ടുകാഴ്ച സമിതിയുടെ വിശ്വരൂപം വല്ലന ദേവിയുടെ ഇഷ്ടലോകന്മാർ കോട്ടയുടെ പറമ്പിൽ ശ്രീദേവി ക്ഷേത്രമുറ്റത്തു നിന്നും. അപ്പൊ സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് എന്റെ അനിയത്തിയുടെ ഡാൻസ് കോട്ടയുടെ പറമ്പിൽ ശ്രീദേവി ക്ഷേത്രമുറ്റത്തു നിന്ന് സമർപ്പിക്കുന്ന പുണ്യ കാഴ്ച സുഹൃത്തുക്കളെ, ഇതിന് ശേഷം അനിയത്തിന് ഡാൻസ് ഉണ്ടായിരിക്കും. ഒത്തൊരുമയുടെ
മകുട ഉദാഹരണമായി അമ്മയ്ക്ക് നേർച്ചയായി സമർപ്പിക്കുന്ന ഈ കെട്ടുകുതിര ഇതാ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഡാൻസിലോട്ട് നമ്മളെ പുറത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വലുതൊന്നും അല്ല, പക്ഷെ നമ്മുടെ പുറയിൽ വരുന്നതാണ് ഗൈസ് നമ്മുടെ മെയിൻ ഐറ്റം. അതാ വരുന്നതാണ് നമ്മുടെ മെയിൻ വലുതായിട്ടുള്ളത്. പുതുക്കുണ്ടം വരുന്നുണ്ട്, മാറിയിരിക്കുക. അവിടെ കിടന്ന് ഡാൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇനിയും തന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എന്റെ ബട്ടർ സ്കോച്ച് ഫ്ലേവർ. ഇത് ചോക്ലേറ്റ് ആണ്. അപ്പൊ ഗൈസ് ഇനി മറ്റേത് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാവേ. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ വന്ന എല്ലാ കെട്ടുകാഴ്ചകളും, അതായത് എല്ലാ ഫ്ലോട്ടും കളകളും എല്ലാം ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. താളമേളത്തിന്റെ അകമ്പടിയോടെ കടന്നു വരികയാണ്. നടുഭാഗം കരയിലെ ഭക്തജനങ്ങളുടെ ഐശ്വര്യമായ കെട്ടുകുതിര അമ്മയ്ക്കായി നേർച്ചയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. കുതിര എന്നാണോ പറയുന്നത്? എനിക്കറിഞ്ഞൂടാ. ഞങ്ങളവിടെ ഇതിനെ ചേർന്നാണ് പറയുന്നത്. അപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വിചാരിക്കുന്നില്ല സുഹൃത്തുക്കളെ, ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റമിനെ കിടക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഏതാ നടുഭാഗം നമ്പർ 1. നടുഭാഗം നടുഭാഗം നമ്പർ 1 കയറുള്ളൂ. നമ്പർ 2, നമ്പർ 3 ഇത്രയും കയറിന് വേണ്ടത്. അതിന് വളരെ അരമണിക്കൂറുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് അടുത്ത കളർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളവിടെ സ്ഥിര സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം വന്യമയിലേറും എൻ തങ്കപടി വേൽ